മക്കളെ, എല്ലാവർക്കും സൈലന്റ് ലേണിംഗിലേക്ക് സ്വാഗതം. അപ്പൊ എന്തായി നിങ്ങളെ USS പഠനമൊക്കെ? മലയാളമൊക്കെ ഉഷാറായിട്ട് പഠിക്കുന്നില്ലേ? നിങ്ങള് എല്ലാ വിഷയവും പഠിക്കുന്നില്ലേ? അപ്പൊ ടീച്ചർ ഇന്ന് മലയാളത്തില് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വ്യാകരണം, അല്ലെ? വ്യാകരണം കൊണ്ടൊരു രക്ഷയില്ല. ഇംഗ്ലീഷിൽ പഠിക്കണം, നമ്മള് ഗ്രാമർ, മലയാളത്തിൽ പഠിക്കണം, ഹിന്ദിയിൽ പഠിക്കണം, അല്ലെ? കഥയും കവിതയും പാട്ടും ഒക്കെ പഠിക്കുന്ന പോലെ അത്ര രസത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് വ്യാകരണം അങ്ങ് പഠിക്കാൻ പറ്റില്ല, അല്ലെ? അങ്ങ് ദഹിക്കൂല, അല്ലെ? എന്നാലും ഇഷ്ടപ്പെട്ട് പഠിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് പഠിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് വ്യാകരണം. അത് നമ്മൾ ആദ്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, തുടക്കത്തില് കേട്ടോ. നമ്മൾ കണക്കൊക്കെ ചെയ്യൂലേ, കണക്കൊക്കെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നല്ലേ നിങ്ങള്? അപ്പൊ അത്ര തന്നെ ഉള്ളൂ, അതിന്റെ ഒരു പകുതി അല്ലെ, ഒരു താല്പര്യം നമ്മൾ കാണിച്ചാൽ മതി കേട്ടോ. അപ്പൊ മലയാളം വ്യാകരണം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് USS എക്സാമിനെ സംബന്ധിച്ച്. അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങളായിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ ആണോ? സെറ്റ് അല്ലേ? പറഞ്ഞു വന്നപ്പോഴാണ് അല്ലെ, നിങ്ങൾ ട്യൂഷന്റെ കാര്യവും നമ്മുടെ ഓൺലൈൻ ക്ലാസിന്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ? അപ്പൊ നമ്മൾ ഇനിയും പുതിയ ബാച്ചിന്റെ അഡ്മിഷനൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ USS ക്ലാസ്സുകളും പല ക്ലാസ്സുകളൊക്കെ നിങ്ങൾ യൂട്യൂബിൽ കാണുമ്പോൾ അല്ലെ, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവുമ്പോൾ നിങ്ങൾ കമന്റുകളൊക്കെ കാണുമ്പോൾ അല്ലെ ഭയങ്കര സന്തോഷമൊക്കെ തോന്നാറുണ്ട് കേട്ടോ. അപ്പൊ അത് ആപ്പിലൊക്കെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടുമ്പോൾ ഓരോ ചാപ്റ്റേഴ്സും അത്രയും ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യണോ, മക്കൾക്ക് പറഞ്ഞു തരികയും പഠിപ്പിച്ചൊക്കെ ചെയ്യും നമ്മുടെ ടീച്ചേഴ്സ് കേട്ടോ. അപ്പൊ നമ്മളെല്ലാവരും കൂടെ തന്നെ ഉണ്ടാവും. അപ്പൊ ആപ്പൊക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റൂടാ, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ലേ? അപ്പൊ വളരെ കുറച്ച് പൈസയൊക്കെ ഉള്ളൂ അല്ലെ, നിങ്ങള് ഒരു അല്ലെ പോക്കറ്റ് മണിയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന പൈസയൊക്കെ ആയിരിക്കും അല്ലെ. അതൊന്നും എന്ത് ചെയ്താൽ മതി, ഒരു വർഷത്തേക്കാണ് അല്ലെ നമ്മൾ ഇത്രയും സിലബസ് ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അപ്പൊ ചെറിയ പൈസ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളൊരു ട്യൂഷൻ സെന്ററിൽ ഓഫ്ലൈനായിട്ട് പോകുന്ന സമയത്ത് എത്ര പൈസ നമ്മൾ കൊടുക്കണം അല്ലെ? അതിന്റെ 1% അല്ലെ മാത്രമേ എന്ത് ചെയ്യണ്ടൂ, നമ്മള് അത്രയും ഉണ്ടാവില്ലേ അല്ലെ, നമ്മൾ എന്ത് ചെയ്യാൻ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് മാക്സിമം എന്ത് ചെയ്യാം മക്കൾ, ഇനി അഡ്മിഷൻ എടുക്കാത്ത ഒരുവിധം ആളുകളൊക്കെ എടുത്തു കഴിഞ്ഞു അല്ലെ. ഇനി എടുക്കാത്ത ആളുകളൊക്കെ എന്ത് ചെയ്യാ, വേഗം തന്നെ അല്ലെ, വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സീറ്റൊക്കെ ഉറപ്പാക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഗ്രാമറിൽ നമ്മുടെ മലയാള വ്യാകരണത്തിൽ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പൊ നാമം, വചനം, വിഭക്തി, കർമ്മം, കാലം, വാക്യം, പ്രയോഗം, തൽഭം, തത്സമം, സന്ധി, സമാസം, എവിടെയെങ്കിലും കേട്ട് പരിചയമുണ്ടോ? ഇതൊക്കെ പേടിക്കണ്ട, ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണ്, നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഇതില് നമുക്ക് സന്ധിയാണ് കേട്ടോ. എന്താണ് സന്ധി? നമ്മൾ പറയില്ലേ സന്ധി വേദന എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഈ എല്ലുകളൊക്കെ ജോയിന്റ് ആയിട്ടുള്ള സ്ഥലത്തെയാണ് നമ്മൾ സന്ധി എന്ന് പറയാ. അപ്പൊ സന്ധി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇത് ഓർത്ത് വെക്കണേ, ഞാൻ ചോദിക്കുമ്പോ പറഞ്ഞുതരണം. ഓക്കെ, അപ്പൊ നമ്മൾ വ്യാകരണം പഠിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഞാൻ നാളെ പോയി അല്ലെ ഞാൻ ഇന്നലെ വരും എന്നൊക്കെ നമ്മൾ പറയോ? പക്ഷെ നമ്മൾ വ്യാകരണം പഠിച്ചിട്ടാണോ നമ്മൾ ഇതൊന്നും നമ്മൾ മിസ്റ്റേക്ക് ഒന്നും വരുത്താത്തത് നമ്മൾ സംസാരിക്കുമ്പോ അല്ലെ? നമ്മുടെ മാതൃഭാഷ ആയതുകൊണ്ടാണ് അല്ലെ നമുക്ക് കുറച്ചുകൂടെ എന്ത് ചെയ്യാൻ പറ്റും, എവിടെ ഏത് അല്ലെ വാക്ക് ഉപയോഗിക്കണം, ക്രിയ, കർമ്മ, കർത്താവ് ഒന്നും പഠിക്കാണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യും, വാക്കുകൾ നമ്മൾ ഉപയോഗിക്കും. പക്ഷെ അപ്പോ ചില സമയത്തൊന്നും ചില സന്ദർഭങ്ങളിലൊക്കെയാണ് നമ്മൾ ഈ സന്ധി, സമാസം ഒക്കെ വരുമ്പോഴാണ് നമ്മൾ ഈ തെറ്റൊക്കെ അല്ലെ, വ്യാകരണമൊക്കെ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ നമ്മൾ തെറ്റിക്കും അല്ലെ. അപ്പൊ ആദ്യം ബേസിക് ആയിട്ട് നമുക്ക് ഏറ്റവും അടിത്തട്ടിൽ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ എന്താ ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭാഷ എന്താണ്? എന്തിനാ നമ്മൾ ഭാഷ ഉപയോഗിക്കുന്നത്? എല്ലാ ഭാഷയും നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? നിങ്ങൾ പറഞ്ഞോ? ആരൊക്കെയോ പറഞ്ഞല്ലോ. യെസ്, കമ്മ്യൂണിക്കേഷന് വേണ്ടി അല്ലെ, ആശയവിനിമയത്തിനാണ് എന്ത് ചെയ്യണേ നമ്മൾ ഭാഷ ഉപയോഗിക്കുന്നത് അല്ലെ. അതല്ലാതെ ഭാഷ ഇല്ലാതെയും എന്ത് ചെയ്യും അല്ലെ. ഇപ്പൊ ഞാൻ എന്താ പറഞ്ഞത്, എനിക്ക് ഭയങ്കര ആംഗ്യ ഭാഷയുണ്ട് അല്ലെ, പക്ഷെ ആംഗ്യ ഭാഷയ്ക്കൊന്നും എന്തില്ല, വ്യാകരണമൊന്നും ഇല്ല അല്ലെ. നമ്മൾ സംസാരിക്കുന്ന എഴുത്തു ഭാഷ, സാഹിത്യ ഭാഷയ്ക്കൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് വ്യാകരണം ഉള്ളത് അല്ലെ. അപ്പൊ ഭാഷ തെറ്റുകൂടാതെ അല്ലെ, ഭാഷ തെറ്റുകൂടാതെ ഉപയോഗിക്കുന്നതിനുള്ള നിയമങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത് മക്കളെ? എന്ത് പറയുന്നത്? വ്യാകരണം എന്ന് പറയുന്നത് അല്ലെ. ഭാഷ തെറ്റുകൂടാതെ ഉപയോഗിക്കാനുള്ള നിയമങ്ങളെയാണ് നമ്മൾ ഭാഷ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആശയവിനിമയ ഉപാധിയാണ് അല്ലെ, ആശയപ്രകാശനത്തിനുള്ള മാർഗമാണ് ഭാഷ. അർത്ഥമുള്ള ശബ്ദങ്ങൾ കാക്ക, കീക്കി, കുക്കു അല്ലെ, എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അർത്ഥമുള്ള ശബ്ദങ്ങൾ അല്ലെ ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഗുർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭാഷയാവോ? ഇല്ല. അർത്ഥമുള്ള ശബ്ദങ്ങൾ കൂടി ചേരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അത് ഭാഷയായി തീരുന്നത് അല്ലെ. അപ്പൊ അർത്ഥമുള്ള ശബ്ദങ്ങൾ ഉപയോഗിച്ച് മനോഭാവങ്ങളെ ഗ്രഹിപ്പിക്കാനുള്ള ഉപായത്തിന് എന്ത് പറയണോ, നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളെ അർത്ഥമുള്ള ശബ്ദങ്ങളിലൂടെ ഉപയോഗിച്ച് പറയുന്നതിനെ നമ്മൾ എന്ത് പറയൂ, ഭാഷ എന്ന് നമ്മൾ പറയും അല്ലെ. അങ്ങനെ ഭാഷയെ നമ്മൾ 3ആയിട്ട് നമ്മൾ തിരിക്കുന്നുണ്ട്. ആംഗികം, വാചികം, ലിഖിതം. ആംഗികം ടീച്ചർ കാണിച്ചു തന്നില്ലേ, അപ്പൊ തലവേദനയാണെന്ന് പറഞ്ഞു തന്നില്ലേ. അപ്പൊ അത് നിങ്ങൾക്ക് ടീച്ചർ പറഞ്ഞിട്ടല്ലല്ലോ, ആംഗ്യം കാണിച്ചിട്ട് മനസ്സിലായില്ലേ. വാചികം എന്താണ്? പറയുന്നതാണ് അല്ലെ. ഇവിടെ എന്ത് ചെയ്യാം, ഞാൻ ലിഖിതം അല്ലെ,
ഇപ്പൊ എന്താ ലിഖിതത്തിൽ ടീച്ചർ എഴുതിയിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഏതാണിത്? എഴുതി നിങ്ങൾക്ക് മനസ്സിലായി എനിക്ക് തലവേദനയാണ്. അപ്പൊ ഞാൻ തലവേദന എന്ന് പറയുന്നു, ആംഗ്യം കാണിക്കുന്നു അല്ലെ, തലവേദന എന്ന് ഞാൻ എഴുതണു. അപ്പൊ ഇത് മൂന്നും എന്താണ്? ഭാഷയെ മൂന്നായി നമുക്ക് തിരിക്കാം. ആംഗ്യ ഭാഷ എന്തിനു വരില്ല? വ്യാകരണ പരിധിയിൽ വരില്ല. വാചികം വായ്മൊഴിയാണ്, സംഭാഷണ ഭാഷയാണ്. ലിഖിതം വരമൊഴി ലിഖിത ഭാഷയാണ് എന്ത് ചെയ്യുന്നത്? വ്യാകരണത്തിന്റെ പരിധിയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുന്നത്. ക്ലിയർ ആയോ മക്കൾക്ക്? മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഭാഷ എന്താന്ന് മനസ്സിലായി, വ്യാകരണം എന്താന്ന് മനസ്സിലായി അല്ലെ. അപ്പൊ ഭാഷ പല രീതിയിലും ഭാഷ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എത്ര വിധത്തിലാണ് ഭാഷ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് എഴുതാനും സംസാരിക്കാനും വേണ്ടിയിട്ടുള്ള ഇന്ന് ഉപയോഗിക്കുന്ന നിലനിൽക്കുന്ന ഭാഷയെ നമ്മൾ ഒരുപാട് ഭാഷയുണ്ട്. ഇപ്പൊ സംസ്കൃതം തമിഴ്, കന്നഡ, തെലുങ്ക്, ഹിന്ദി, അറബി, മലയാളം, ഇംഗ്ലീഷ്, ഇതൊക്കെ എന്താണ്? ജീവൽ ഭാഷകളാണ്. ഭാഷയെ രണ്ട് രീതിയിലാണ് തിരിക്കുന്നത്. ഒന്ന് മൃതഭാഷയും ഒന്ന് ജീവൽ ഭാഷയും. ഒന്ന് ചത്ത ഭാഷ, അതായത് എഴുതാനും വായിക്കാനൊന്നും വേണ്ടി സാഹിത്യത്തിനൊന്നും വേണ്ടി ഉപയോഗിക്കാത്ത ഭാഷകളെയാണ്. എന്നാൽ ഒരു കാലത്ത് ഉണ്ടായിരുന്ന ഭാഷയാണ് നമ്മൾ മൃതഭാഷ എന്ന് പറയുന്നത്. പക്ഷെ ഇത് എല്ലാത്തിനും ഇന്ന് ഉപയോഗിക്കുന്ന ഭാഷകളെയാണ് നമ്മൾ ജീവൽ ഭാഷ അല്ലെ. വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഭാഷയാണ് ജീവൽ ഭാഷ. അപ്പൊ ഇതൊക്കെ ഏതാണ്? ജീവൽ ഭാഷകളാണ്. മൃതഭാഷ, ലാറ്റിൻ, ഗ്രീക്ക്, സംസ്കൃതം മുതലായിട്ടുള്ള ഭാഷകളെ നമ്മൾ ഏത് ഭാഷ എന്ന് പറയും? ചത്തുപോയ ഭാഷകൾ, മൃതഭാഷകൾ എന്ന് പറയും. ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം, ചിലപ്പോ ഒക്കെ ചോദിക്കും നിങ്ങളോട് കേട്ടോ. അപ്പൊ ഒരു ബേസ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത്രയൊക്കെ മതി. ഭാഷ എന്താന്ന് മനസ്സിലായില്ലേ അല്ലെ. ഈ ഭാഷയിൽ തെറ്റുകൂടാതെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടുന്ന നിയമങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത് ചക്കരകളെ? എന്ത് പറയുന്നത്? വ്യാകരണം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആ വ്യാകരണത്തില് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് പഠിക്കുന്നത്? ഓക്കെ, അപ്പൊ വ്യാകരണം എന്താന്നാ പറഞ്ഞത്? വ്യാകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഷയെ ശരിയായി ഉപയോഗിക്കാനുള്ള നിയമങ്ങളെ പ്രതിപാദിക്കുന്ന ശാസ്ത്രത്തെയാണ്. അതൊരു ശാസ്ത്രമാണ് കേട്ടോ. ശാസ്ത്രത്തെയാണ് നമ്മൾ വ്യാകരണം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, അപ്പോ അടുത്തത് നമുക്ക് നോക്കാം അല്ലെ. വ്യാകരണം എന്താന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എന്താണ്? വാക്യമാണ്. വാക്യം അല്ലെ, സെന്റൻസ് എന്ന് പറയും അല്ലെ. വാക്യമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ നോക്കുന്നത്. അപ്പൊ ആകാംക്ഷയ്ക്ക് പൂർത്തി വരത്തക്ക വിധം ഒരു ആശയത്തെ, അതായത് നമുക്കൊരു കൺഫ്യൂഷൻ ഒന്നും ഇല്ലാത്ത രീതിയിൽ ഒരു ആശയം അല്ലെ, ആകാംക്ഷ ഒന്നും ഇല്ലാതെ ഒരു ആശയം നമ്മളുടെ ഉള്ളിലേക്ക് എത്തിക്കുന്ന ഒരു പദസമൂഹത്തെ, ഒന്നിലധികം വാക്കുകൾ ചേർന്നിരിക്കുന്ന ഒന്നിനെയാണ് നമ്മൾ വാക്യം എന്ന് പറയും അല്ലെ. വിദ്യാർത്ഥികൾ വ്യാകരണം നന്നായി പഠിക്കുന്നു. ശൈലത്തിന്റെ കൂടെ മക്കൾ നന്നായി വ്യാകരണം പഠിക്കുന്നു അല്ലെ. ഇതൊക്കെ വാക്യമാണ് അല്ലെ. ഇങ്ങനെ വാക്യത്തെ പിരിച്ചാൽ എന്ത് കിട്ടും? പദങ്ങൾ ലഭിക്കും. പദങ്ങളെ പിരിച്ചാൽ നമുക്ക് അക്ഷരങ്ങൾ കിട്ടും. അക്ഷരങ്ങളെ പിരിച്ചാൽ നമുക്ക് വർണ്ണങ്ങൾ കിട്ടും. എന്ത് കിട്ടും? ഇതെന്താണെടാ? വിദ്യാർത്ഥികൾ വ്യാകരണം നന്നായി പഠിക്കുന്നു എന്ന് പറയുന്നത് ഒരു വാക്യമാണ്. ആ വാക്യത്തെ പിരിച്ചു കഴിയുമ്പോൾ നമുക്ക് പദങ്ങൾ കിട്ടും. വിദ്യാർത്ഥികൾ വ്യാകരണം അല്ലെ, ഇതൊക്കെ എന്താണ്? പദങ്ങളാണ്. ഈ പദങ്ങളെ പിരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? അക്ഷരങ്ങൾ. വാ, ധ, ഥ, ക അല്ലെ, ഇതൊക്കെ അക്ഷരങ്ങളാണ്. അക്ഷരങ്ങൾ കിട്ടും. ഈ അക്ഷരങ്ങൾ എന്ത് ചെയ്യുന്നു? വീണ്ടും പിരിക്കും അല്ലെ. ഇപ്പൊ ക എന്ന് പറയുന്ന ഒരു അക്ഷരം അല്ലെ, ആ അക്ഷരത്തെ വീണ്ടും പിരിച്ചാൽ എന്ത് കിട്ടും? അക്ഷരത്തെ വീണ്ടും പിരിക്കുക. ഇതെന്താ ടീച്ചർ പറയണേ എന്ന് തോന്നുന്നുണ്ടോ? പിരിക്കൂടാ. അക്ഷരം അല്ലെ, ഭാഷയിലെ ഏറ്റവും ചെറിയ രൂപങ്ങളെ എന്ത് പറയുന്നറിയോ? വർണ്ണങ്ങൾ എന്ന് പറയും കേട്ടോ. ഏത് വർണ്ണ നിങ്ങൾ വിചാരിക്കണേ? പച്ച, മഞ്ഞ, നീല, ചോപ്പും അല്ലെ, ആ വർണ്ണം അല്ല കേട്ടോ. ഈ വ്യാകരണത്തിൽ വർണ്ണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമുക്ക് നോക്കാം. അപ്പൊ ക എന്ന് പറയുന്ന അക്ഷരം അല്ലെ, നമുക്ക് പിരിച്ചു നോക്കാം. നോക്കൂ, ക അധികം ആ. നമ്മൾ ക ഉച്ചരിക്കുമ്പോ എങ്ങനെയാണ്? ക അല്ലെ, അതിലൊരു ആ വരുന്നില്ലേ? ഇപ്പൊ വാ ഉച്ചരിക്കും നിങ്ങൾ, വാ അല്ലെ, അതിലൊരു ആ വരുന്നില്ലേ? പ പ അല്ലെ, ഒരു ആ വരുന്നില്ലേ? അപ്പൊ നോക്കൂ, ക അധികം ആയാണ് ക എന്ന അക്ഷരമായി മാറുന്നത്. ഇപ്പൊ മ അധികം ആയാണ് മ എന്ന അക്ഷരമായി മാറുന്നത്. അപ്പോ ഇതാണ് ഒരു ഭാഷയിലെ ഏറ്റവും ചെറിയ ഘടകം അല്ലെങ്കിൽ വർണ്ണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ മനസ്സിലാക്കി എന്ത്? ഒരു ആകാംക്ഷയൊന്നുമില്ലാതെ ഒരു അർത്ഥത്തെ അല്ലെ പൂർത്തി വരത്തക്ക രീതിയിൽ ഉപയോഗിക്കുന്ന ആശയ അല്ലെ വാക്കുകളുടെ പദക്കൂട്ടത്തെയാണ് നമ്മൾ വാക്യം എന്ന് പറയുന്നത്. ഈ വാക്യത്തെ നമുക്ക് എന്തായി തിരിക്കാം? പല പല പദങ്ങളായി തിരിക്കാം. ഈ പദങ്ങളെ അക്ഷരങ്ങളായി തിരിക്കുന്നു. അക്ഷരങ്ങളെ എന്തായി തിരിക്കുന്നു? വർണ്ണങ്ങളാക്കി തിരിക്കുന്നു. ഓക്കെ, അപ്പൊ എന്താണ് വ്യാകരണം എന്നുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ടീച്ചർ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. എന്താണ് വർണ്ണം എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാണ്? ഇങ്ങനെ പദങ്ങള്, വാക്യങ്ങള് അല്ലെ, അതേപോലെ എന്താണ് അക്ഷരങ്ങള്, വർണ്ണങ്ങള്, ഇങ്ങനെ പലതായി നമ്മൾ തിരിക്കുന്നു. അപ്പൊ പദം അല്ലെ, വാക്യത്തിൽ പ്രയോഗിക്കാൻ ഒരുങ്ങിയിട്ടുള്ള ശബ്ദമാണ് പദം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഓൾറെഡി നമ്മൾ പഠിച്ചു. വിദ്യാർത്ഥികൾ, വിദ്യാലയങ്ങൾ, മൈതാനം, ഇതൊക്കെ എന്താണ്? പദങ്ങളാണ്.
വർണ്ണം അല്ലെ, ഭാഷയുടെ അവിഭാജ്യമായിട്ടുള്ള ഘടകമാണ് വർണ്ണം. വായിൽ നിന്ന് പുറപ്പെടുന്ന ഒറ്റ ധ്വനിയാണ് നമ്മൾ വർണ്ണം എന്ന് പറയുക കേട്ടോ. ടീച്ചർ പറഞ്ഞില്ലേ? അപ്പൊ മലയാളം, സംസ്കൃതം, ഹിന്ദി മുതലായ എല്ലാ ഭാഷകളിലും നമ്മൾ അക്ഷരമാലയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷിലും ജർമ്മനിലും ഒക്കെ എന്താണ് വർണ്ണമാല അല്ലെ, ഈ ഇതൊക്കെ എന്താണ് വർണ്ണമാലയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നാമം അല്ലെ, നാമം നമ്മൾ നേരത്തെ കണ്ടുല്ലോ, നാമം അല്ലെ. നാമം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിന്റെയെങ്കിലും പേരായ ശബ്ദത്തെ കുറിക്കുന്നതാണ് നാമം. വിഷ്ണുമായ അല്ലെ, എന്താണ് കുപ്പി അല്ലെ, കുപ്പി. അതേപോലെ എന്താണ് ആകാശത്ത് കൂടെ പറക്കുന്ന വിമാനം അല്ലെ, പശു, കല്ല്, ഇതൊക്കെ എന്താ നാമങ്ങളാണ്. ഏതിന്റെങ്കിലും പേരായിട്ടുള്ള ശബ്ദത്തെ കുറിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പേരായ ശബ്ദത്തെ കുറിക്കുന്നതിനാണ് നമ്മൾ നാമം എന്ന് പറയുന്നത്. അടുത്തത് സ്വരങ്ങളാണ് അല്ലെ. വൊവൽസ് എന്നാൽ സ്വയം ഉച്ചരിക്കാൻ സാധിക്കുന്ന ശബ്ദങ്ങൾ. സ്വയം ഉച്ചരിക്കും. അപ്പൊ ഇ പ്ലസ് ആ പ്ലസ് ആയൊന്നും അല്ല ആ അല്ലെ, അത് ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ്. എന്നാൽ നമ്മൾ നേരത്തെ കായും മായും ഒക്കെ ഉച്ചരിച്ചപ്പോ വ്യഞ്ജനങ്ങൾ ഉച്ചരിച്ച സമയത്ത് അതിന്റെ കൂടെ സ്വരങ്ങളെ ചേർത്തല്ലേ നമ്മൾ ഉച്ചരിച്ചത് അല്ലെ. എന്നാൽ ഇതിന് അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇവര് ഭയങ്കര ബോൾഡാണ്. ഞങ്ങൾ ഒറ്റയ്ക്ക് മതി എന്ന് പറയുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പൊ ഒരു ഒറ്റയ്ക്ക് നിൽക്കും ഈ അല്ലെ. ഇവരൊക്കെ എന്താണ് ഈ സ്വരാക്ഷരങ്ങള് എന്താ ഒറ്റയ്ക്ക് നിൽക്കുന്നവയാണ് കേട്ടോ. എന്നാൽ വ്യഞ്ജനാക്ഷരങ്ങളോ തനിയെ ഉച്ചരിക്കാൻ കഴിയില്ല അല്ലെ. കാക്ക ഗാക്ക ങ അല്ലെ, കാക്ക ഗ ഖ ങ അല്ലെ, ഈ അക്ഷരങ്ങളൊക്കെ എന്താണ് ഒറ്റയ്ക്ക് നിൽക്കാൻ ഇവർക്ക് പേടിയാ. അപ്പൊ കാന്റെ കൂടെ ആര് വേണം? കു പ്ലസ് ആ അല്ലെ, കാ വേണം. ഗ പ്ലസ് ആ വേണം. ഗ പ്ലസ് ആയാണ് അല്ലെ. ഇവർക്ക് വ്യഞ്ജനങ്ങളുടെ സ്വരാക്ഷരങ്ങളുടെ ഹെൽപ്പോട് കൂടിയാണ് വ്യഞ്ജനാക്ഷരങ്ങൾ നിലനിൽക്കുന്നത് കേട്ടോ. ക്ലിയർ ആയോ മക്കൾക്ക്? ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ടീച്ചർ പറഞ്ഞത്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങള്. ഇനിയോ അപ്പൊ നമ്മള് ആ വർണ്ണങ്ങളെ ടീച്ചർ ഒന്നുകൂടെ വിശദീകരിച്ചു തരാം അല്ലെ. ഇപ്പൊ നഗരി എന്നുള്ള ഒരു പദം അല്ലെ, നഗര ഇ എന്ന് പറയുന്ന അക്ഷരങ്ങളാണ്. അപ്പൊ ഇത് നമ്മൾ എങ്ങനെ എഴുതുക? എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഇവിടെ ടീച്ചർ കൊടുത്തിട്ടുണ്ട്. ന് പ്ലസ് ആയാണ് നായാവുന്നത്, ഗ പ്ലസ് ആയാണ് ഘായാവുന്നത്, മ പ്ലസ് ഇ ആണ് രീ ആവുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരുപാട് പദങ്ങൾ നിങ്ങൾ എഴുതി നോക്കുക കേട്ടോ. ഇപ്പൊ കയറ് അല്ലെ, അങ്ങനെ ഒരുപാട് പദങ്ങൾ അല്ലെ, എല്ലാ പദങ്ങളും അങ്ങനെ എഴുതി നോക്കുക നിങ്ങൾ കേട്ടോ. അപ്പൊ ഇങ്ങനെ സ്വരങ്ങൾ ചേർന്ന് വ്യഞ്ജനങ്ങൾ അല്ലെ, സ്വരങ്ങൾ ചേരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? വ്യഞ്ജനങ്ങൾ നമുക്ക് ഉച്ചരിക്കാൻ പറ്റുന്നത് കേട്ടോ. അപ്പൊ നഗരി എന്നുള്ള പദം പോലെയുള്ള പദങ്ങളെല്ലാം എല്ലാ പദങ്ങളും നിങ്ങൾ ഉച്ചരിച്ചു നോക്കുക. ഇനി നമ്മുടെ ഭാഷയിലുള്ള ഒന്നാണ് ചില്ലുകൾ. ചില്ലക്ഷരങ്ങള് സ്വരസഹായം കൂടാതെ ഉച്ചരിക്കാവുന്ന വ്യഞ്ജനങ്ങളെയാണ് നമ്മൾ ചില്ലുകൾ എന്ന് പറയാം. ഇനി അക്ഷരം ആൽഫബറ്റ് എന്ന് പറയും. എല്ലാ സ്വരങ്ങളും ചേർന്ന വ്യഞ്ജനങ്ങളും എന്താണ്? അക്ഷരങ്ങളാണ്. ഒന്നിൽ കൂടുതൽ വ്യഞ്ജനങ്ങൾ ഒരു സ്വരത്തിന് മുമ്പിൽ ചേർന്നിരുന്നാലും അത് അക്ഷരമാണ് അല്ലെ. ഇപ്പൊ ഈ അല്ലെ, കാക്ക കാക്ക ങ, ചാച്ച ചാച്ച ഞ അല്ലെ, അതൊക്കെ അക്ഷരങ്ങളാണ്. പിന്നെ അക്ഷരമാല ആൽഫബറ്റിക് ഓർഡർ ആണ്. ഒരു ഭാഷയിൽ ഉപയോഗിക്കുന്ന എല്ലാ അക്ഷരങ്ങളും കൂടിയതിനാണ് ആ ഭാഷയിലെ അക്ഷരങ്ങൾ എന്ന് പറയുന്നത്. ഇനി ലിപിയാണ് അല്ലെ. അപ്പൊ ലിപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഷ അല്ലെ, വർണ്ണത്തെ അക്ഷരത്തെ എഴുതിക്കാണ് ഉപയോഗിക്കുന്ന വരയ്ക്ക് അടയാളത്തിനാണ് അല്ലെ. ഇപ്പൊ നമ്മൾ കാ എഴുതുന്ന നമ്മളുടെ ലിപിയാണ് അല്ലെ, മായ എഴുതുന്ന നമ്മളുടെ ലിപിയാണിത് അല്ലെ. അപ്പൊ ഈ ഒരു അടയാളത്തെയാണ് നമ്മൾ ലിപി എന്ന് പറയുന്നത്. എല്ലാ ഭാഷയിലും ഒന്നുപോലെ വർണ്ണങ്ങൾ കണ്ടെത്താൻ പറ്റും വർണ്ണങ്ങള്. പക്ഷെ ലിപി ഓരോ ഭാഷയിലും എന്താണ് വ്യത്യാസമായിരിക്കും അല്ലെ. ഇപ്പൊ മലയാളത്തിൽ കാന്ന് ഇങ്ങനെ എഴുതെങ്കിൽ ഹിന്ദിയിൽ ഇങ്ങനെ എഴുതും, ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതും അല്ലെ. സംസ്കൃതത്തിൽ ഏകദേശം ഇങ്ങനെ തന്നെ എഴുതുക. ബാക്കി ഭാഷയൊന്നും ടീച്ചർക്ക് എഴുതാൻ അറിയില്ല കേട്ടോ. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഓരോ ഭാഷകളിലും വ്യത്യസ്ത ലിപികളാണ് എന്ത് ചെയ്യുക നമ്മൾ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണോ മക്കൾക്ക്? മനസ്സിലാവുന്നില്ലേ? ഓക്കെ. അടുത്തത് ലിംഗം അല്ലെ, ജെൻഡർ എന്ന് പറയും അല്ലെ. ലിംഗ വ്യത്യാസം നമ്മൾ പറയാറില്ലേ, ജെൻഡർ എന്ന് പറയും. അപ്പൊ സ്ത്രീ പുരുഷ ജാതിയെ കുറിക്കുന്നത് നമ്മളുടെ ഭാഷയിൽ പുല്ലിംഗം എന്ന് പറയും. സ്ത്രീ ജാതിയെ കുറിക്കുന്നതിന് സ്ത്രീലിംഗം എന്ന് പറയും. ഇത് രണ്ടിലും പെടാത്തതിനെ നമ്മൾ നപുംസകലിംഗം എന്ന് പറയും. സ്ത്രീക്കും പുരുഷനും ഒരേപോലെ പറയുന്നതിന് ഉഭയലിംഗം എന്നാണ് പറയുന്നത്. ഉദാഹരണം നോക്കൂ. വിദ്യാർത്ഥി സ്ത്രീലിംഗം വിദ്യാർത്ഥിനി, നപുംസകം വിദ്യ, ഉഭയലിംഗം കുട്ടികൾ. ഓക്കെ. കൊല്ലൻ കൊല്ലത്തി, തൊഴിൽ തൊഴിലാളി, രാമൻ സീത, മരം മനുഷ്യൻ. ക്ലിയർ ആയോ? ലിംഗ വ്യത്യാസം മനസ്സിലായോ? ഓക്കെ. അടുത്തത് ലിംഗപ്രത്യയം ചേർന്ന സർവനാമങ്ങളാണ്. അവൻ അവൾ അത്, ഇവൻ ഇവൾ ഇത്, ഏവൻ ഏവൾ ഏത്, ഒരുവൻ ഒരുവൾ ഒന്ന് അല്ലെ. അപ്പൊ അങ്ങനെ നപുംസക ലിംഗത്തിൽ അതിങ്ങനെ വരും, സ്ത്രീലിംഗത്തിൽ ഇങ്ങനെ, പുല്ലിംഗത്തിൽ ഇങ്ങനെ. ഇത്ര എളുപ്പാണ്
അല്ലെ? നമ്മുടെ വ്യാകരണത്തിലേക്ക് അയ്യോ എന്നൊക്കെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലെ? എന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇച്ചിരിയേ ഉള്ളൂ. ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. പിന്നെ കാലമുണ്ട്, ടെൻസുകൾ ഉണ്ട് അല്ലെ? വിവിധ കാലങ്ങൾ അല്ലെ? ഭൂതകാലമുണ്ട്, വർത്തമാന കാലമുണ്ട്, ഭാവി കാലമുണ്ട് അല്ലെ? ക്രിയ നടന്ന സമയത്തെ കാണിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ധാതുവിന് വരുത്തുന്ന രൂപഭേദമാണ് കാലം എന്ന് പറയുന്നത്. ഭൂതം, ഭാവി, വർത്തമാനം, ഇങ്ങനെ 3 കാലത്തെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഭൂതകാലം പാസ്റ്റ് ടെൻസ് ആണ്, കഴിഞ്ഞു പോയ കാലത്തെ, നടന്നു കഴിഞ്ഞ ക്രിയയാണ് ഇവിടെ പറയുന്നത്. വർത്തമാനകാല പ്രസന്റ് ടെൻസ് ആണ്, നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഭാവി ഫ്യൂച്ചർ ടെൻസ് ആണ്, ഒരു ക്രിയ നടക്കാനിരിക്കുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് എന്നടാ ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ പഠിച്ച ഏതാണ്? എന്താണ് വ്യാകരണം അല്ലെ? അപ്പൊ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ടീച്ചർ തന്നത്. ഭാഷയെ കുറിച്ച് നമ്മൾ പഠിച്ചു, വ്യാകരണം എന്താന്ന് പഠിച്ചു, അക്ഷരമാലയെ കുറിച്ച് പഠിച്ചു, സ്വരങ്ങളെ കുറിച്ച്, വ്യഞ്ജനങ്ങളെ കുറിച്ച്, വാക്യങ്ങള് അല്ലെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. എളുപ്പല്ലേ? നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? ഇനിയുള്ള കാര്യങ്ങൾ നമ്മൾ എളുപ്പത്തിൽ പഠിക്കില്ല. ഇനി നമുക്ക് സന്ധി പഠിക്കണം, സമാസം പഠിക്കണം, എല്ലാം നമുക്ക് പഠിക്കണം കേട്ടോ. അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് നമ്മൾ പഠിക്കൂലേ? ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യണേ, നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി ഏത് ക്ലാസ്സിൽ അല്ലെ അടുത്ത ക്ലാസ്സിൽ ടീച്ചർ എന്താ പറഞ്ഞു തരേണ്ടത് എന്നൊക്കെ മക്കൾ പറയണം. ഓക്കെ അല്ലേ? ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണം കേട്ടോ. ഫ്രണ്ട്സ് ഒക്കെ പഠിക്കട്ടാ, എല്ലാവർക്കും അയച്ചു കൊടുക്കണം. ഓക്കെ, അപ്പൊ ഉഷാറായിട്ടിരിക്കുക, നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കണം. ഒരു കാര്യം കൂടെ ടീച്ചർ പറഞ്ഞുതരാം കേട്ടോ. അതായത് നമ്മൾ USSന് വേണ്ടിയിട്ട് എന്താണ്, നമുക്ക് ധ്രുവ എന്ന് പറയുന്ന നമ്മളുടെ ബാച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം? എന്തായാലും നമ്മള് USS ഒക്കെ നമ്മൾ എഴുതണം അല്ലെ? നന്നായിട്ട് പഠിച്ചു തന്നെ എഴുതുക. അപ്പൊ ഇത്രയും ഓപ്പർച്യൂണിറ്റി ഒക്കെ നമ്മളെ മുമ്പിലുള്ളപ്പോ അതൊന്നും എന്ത് ചെയ്യരുത്, നമ്മളത് കളയാതെ, നമ്മൾ ഉപയോഗിക്കാതെ നഷ്ടപ്പെടുത്തി കളയരുത് അല്ലെ? നമ്മൾ ശ്രമിച്ചു നോക്കുക. എല്ലാവർക്കും ഇപ്പൊ കിട്ടണമെന്നൊന്നുമില്ല അല്ലെ? പക്ഷെ നമ്മൾ ശ്രമിക്കാതിരുന്നിട്ട് നമ്മൾ കിട്ടാതിരുന്നാൽ അത് നമ്മുടെ കുഴപ്പമല്ലേ? അപ്പൊ ശ്രമിച്ചു നോക്കുക. ശ്രമിച്ചിട്ടും കിട്ടിയില്ലെങ്കിൽ പോട്ടെ, നമുക്ക് അടുത്ത എക്സാം ഒക്കെ എഴുതാം. പക്ഷെ ശ്രമിക്കാതിരുന്നിട്ട് കിട്ടാതായി പോവരുത്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ശ്രമിക്കുക. ഞങ്ങള് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടിരിക്കുക. ബൈ.